ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കുന്ന ഗ്രാനി 2 ആണ്. അതിന്റെ ഡോർ എസ്കേപ്പ് ആണ് നമ്മൾ കളിക്കുന്നത്. അതിന് നമുക്ക് ഇനി വേറെ ഏതെങ്കിലും ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക കേട്ടോ. ദേവണ്ണ് തുടങ്ങി കേട്ടോ. നമ്മൾ അതേപോലെ തന്നെ നമ്മൾ അകത്തേക്ക് പോയി നമുക്ക് ഒളിച്ചിരിക്കാം. ദേവണ്ണ് തുടങ്ങി, നെഞ്ചുവേദന തുടങ്ങി. ഗ്രാനി ഇപ്പോഴെങ്ങാനും വരുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ട് ഗൈസ്. എന്തൊക്കെ സൗണ്ട് ഉണ്ടാക്കാം. വീണ്ടും ഒളിച്ചിരിക്കാം. ഗ്രാനി വഞ്ഞിണ്ടെന്ന് തോന്നുന്നു. ഒളിച്ചിരിക്കടാ. ഇവിടെ ഒളിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഗ്രാനി വരുന്നില്ലല്ലോ. പോയി നോക്കണോ? പോയി നോക്കടാ. അല്ലെങ്കിൽ വേണ്ട, നോക്കണ്ട, കുറച്ചേരം നിക്കാം. പറയാൻ പറ്റൂല ഇപ്പൊ അങ്ങനെ ഗ്രാനി വന്നാലോ. അപ്പൊ നമുക്ക് ഇവിടെ ഗൈസ്, നിങ്ങൾക്ക് ഗ്രാനിനെയാണ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. പക്ഷെ എനിക്കിഷ്ടം സാൻഡ്രേനെയാണ് കേട്ടോ. ഹിഹി. അപ്പോൾ ഗൈസ്, നമ്മൾ കയറുന്നില്ല. കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് നോക്കാം. ചിലപ്പോൾ ഗ്രാനി എങ്ങാനും ഓടി വന്നാലോ, പണി കിട്ടും. ഗ്രാനീൻ്റെ ഓട്ടം കണ്ടാൽ 200 മീറ്റർ ഓടിയ പോലും ഒളിമ്പിക്സിൽ പോയിട്ട് വന്ന പോലെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പം വയസ്സത്തി ആയില്ലേ, ഇനി ഓടാനും പറ്റത്തില്ല. എന്തായാലും 5-6 ഗോൾഡ് മെഡൽ. അമ്മൂമ്മമാർക്ക് അങ്ങനെയൊക്കെ പറ്റും ഗൈസ്, അങ്ങനെയൊന്നും പറയരുത് ഗൈസ്. അപ്പം നമുക്ക് കയറി നോക്കാം. ഗ്രാനിയില്ല. ഗ്രാനിയില്ല. ഗ്രാനീൻ്റെ ഫോട്ടോ ഉണ്ട് എൻ്റെ അമ്മ. അല്ല, ഗ്രാനീൻ്റെ അല്ല, സ്ലെൻഡറിൻ്റെ മകൻ. അയ്യോ, ഗ്രാനി ഒന്ന് ഓടിക്കോ. അയ്യോ, ഞാൻ പേടിച്ചു. ഇവിടെ ഒന്നുമില്ല. ഗ്രാനി ഒന്നും മഞ്ഞല്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇരിക്കാം. ഇപ്പൊ അണ്ടർഗ്രൗണ്ടോ? അപ്പം നമുക്ക് ഇവിടെ വീണ്ടും സൗണ്ട് ഉണ്ടാക്കാം. സൗണ്ട് ഉണ്ടാക്കി ഗ്രാനീനെ വരുത്താനാണല്ലോ നിനക്ക് ശ്രമം. അന്നേരമല്ല എങ്ങോട്ട് പോകുമെന്ന് കാണാൻ പറ്റുള്ളൂ. അയ്യോ, വന്നു വന്നു. കണ്ട് ഇങ്ങോട്ട് കയറാം. ഒടുക്കത്തെ ഓട്ടാണല്ലോ ഇത്. മറ്റേ ഹോസ്പിറ്റലിൽ പേഷ്യന്റിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ പോലെ ഉണ്ട്. കറക്റ്റ് മഞ്ഞില്ലേ? മണ്ടിയാണോ? ഗ്രാനി പോയി നമുക്ക് നോക്കാം. അവിടെ ഒരു ഊട്ടുണ്ട്. അവിടെ നമുക്ക് നോക്കാം തല എവിടെ ഉണ്ടെന്ന്. തലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. തല അകത്തേക്ക് പോയിട്ടുണ്ട്. നൈസായിട്ട് പോവാ. കണ്ടില്ല. ഷോ, ഗ്രാനി അങ്ങോട്ട് പോയി. സൗണ്ട് ഉണ്ടാക്കാം. നമുക്ക് നോക്കാം. നമുക്ക് തപ്പം കുഴപ്പമില്ല. അവിടെ നിന്ന് സൗണ്ട് കേൾക്കാം. നമുക്ക് പിയാനോ വായിച്ചു നോക്കാം. ഓടിക്കോ. ഒന്നും നോക്കണ്ട, കണ്ടപ്പോഴേ ഓടണം. നീ അത് പൊക്കത്തേക്ക് പോകാം. ഗ്രാൻഡ് പേ എങ്ങനെ പൊക്കത്ത് വന്നിരിക്കും? ഗ്രാൻഡ് പേ ഇതിലില്ല. രക്ഷപ്പെട്ടു. അപ്പൊ നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാം. എന്തായാലും ഗ്രാനീൻ്റെ റൂമൊക്കെ സൂപ്പർ ആട്ടാ, പറയുന്ന പോലെയൊന്നും അല്ല. ഇറങ്ങാം. നമുക്ക് ബെഡ്ഷീറ്റ് വിരിച്ച് തലേണയൊക്കെ വിരിച്ച് നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് സ്റ്റണ്ട് കീ അതിൻ്റെ ആമവും കിട്ടി. ഗ്രാനീനെ പൂശാനായി. ഇങ്ങോട്ട് വരുമ്പോൾ വെടിവെക്കാനാണോ? വന്നില്ലല്ല, അല്ലാത്ത സമയത്ത് ഓടി വരും. അമ്മൂമ്മയായില്ലേ, ചെവിയേക്കാനൊന്നും പറ്റത്തില്ലല്ലോ. നമുക്ക് ഇതെടുക്കാം. ഡോർ ലോക്കാ. അതെന്തിനാ? അപ്പോൾ ഗൈസ്, ഒന്ന് കമൻറ്റ് ചെയ്യണോ ഡോർ ലോക്ക് എന്തിനാന്ന്. വന്നില്ലല്ല ഇവര്. ഇത് എന്താ മുറിയാ? എല്ലാം കൂടെ കൺഫ്യൂഷൻ ആണ്. നമുക്ക് ഈറെ സൗണ്ട് ഉണ്ടാക്കാം. ഇവിടെ ഒന്നും മഞ്ഞില്ല. വെരി ഗുഡ്. ഷൂട്ട് ചെയ്തത് സ്ഥലം മാറ്റി. അപ്പൊ ഗായ്സ്, നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഡേ 2 ആയിട്ടോ. എന്തൊരു ഇതാടാ, നീ സീനിയർ ആണെന്ന് തോന്നുന്നു. മര്യാദ കളിക്കടേ. നമുക്കത് നോക്കാം.
ഗ്രാനി ഇല്ലെന്ന് പ്രതീക്ഷിക്കാം. ഗ്രാനി അതാ ഗ്രാനി പെട്ടെന്ന് പോവാം. അയ്യോ ഗ്രാനി പറന്നല്ലോ. അയ്യോ ഇപ്പൊ എനിക്ക് അടി കിട്ടിയത്. അതാ വന്നുണ്ട്. ഓടിക്കൊന്നും നോക്കണ്ട. നമുക്ക് ഗ്രാനിനെ പൂശാം. കഴിഞ്ഞ റൗണ്ടിൽ കണ്ട്. കഴിഞ്ഞ റൗണ്ടിൽ നമുക്ക് പറ്റിയില്ല. ഈ റൗണ്ടിൽ നമുക്ക് നോക്കാം. വെരി ഗുഡ്. എർത്തടിച്ചപ്പോ നല്ല സുന്ദരമായിരിക്കുന്നുണ്ട്. ഗ്രാനി കിടന്ന് വിറക്കണുണ്ടോ? അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. ഡക്ക് ടേപ്പ് നമുക്ക് വേണ്ട. ഗ്രാനിയുടെ റൂമൊക്കെ വൃത്തിയാക്കണം. ഗ്രാനിയായി എന്നിട്ടാണ് ടോയ്ലറ്റ് പോലും കഴുകാതെ വെച്ചത്. അത് നമുക്ക് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് അവിടെ വെക്കാം. ഇപ്പൊ നമുക്ക് സെക്യൂരിറ്റി കിട്ടി. നമുക്കിനി പൊക്കത്തേക്ക് പോവാം. ഏതൊക്കെ കീ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇപ്പൊ നമുക്ക് തുറന്ന് പൊക്കത്തേക്ക് കയറാം. അപ്പൊ നമുക്ക് തുറന്നിട്ട് ഹാൻഡ് വീൽ എന്തോ നീ നോക്കണേ? ഇനി അടുത്തത് വെപ്പൺ കീ കിട്ടി. അപ്പൊ നമുക്ക് ഗ്രാനിനെ കൊല്ലാം. വെപ്പൺ കീ വെച്ചോ? അപ്പൊ വെപ്പൺ കീ വെച്ച് ഗ്രാനിനെ കൊല്ലാൻ പോയാണ്. കാണാം. അപ്പൊ ഗ്രാനി വരുന്നുണ്ടല്ലോ. വന്നുണ്ടായില്ലേ? ശബ്ദം കേൾപ്പിക്കുകയാണോ? ശബ്ദം കേൾപ്പിക്കുക. ഗ്രാനി ഏണിക്കൂടെ വരുവോ? എനിക്കത് വരത്തില്ല. അമ്മ നടുവൊടിഞ്ഞിരിക്കുമല്ലേ. കേറിയ ഏണീന്ന് വീഴും. അതുകൊണ്ട് പേടിയാ. ഗ്രാനി അഞ്ഞില്ലേ. ഗ്രാനി ഇങ്ങോട്ട് വാ. മോനെ ഇങ്ങോട്ട് വാ. അമ്മേ അമ്മൂമ്മേ ചോദിച്ചല്ല. വഞ്ഞില്ലേ. വരുമെന്ന് തോന്നുന്നില്ല. അടിയിലേക്ക് പോവാം. പേടി ഇട്ടോക്കാം. ഇവിടെ താഴത്തോട്ട് പോയിട്ട് ഗ്രാനിനെ നേരിട്ട് കാണാൻ പാടില്ല. ഒന്ന് ഇവിടെ ഇട്ടിട്ടായിരിക്കും. നമുക്ക് അകത്തേക്ക് ഇട്ട് നോക്കാം. ആ ഊട്ടേനകത്തോട്ട്. എനിക്ക് വേണ്ട. ഇട്ട് കൊടുക്കാൻ വന്നാൽ വെരി ഗുഡ്. ഇനി ഇങ്ങനെ എടുക്കും. ആദ്യം വന്നു ഗ്രാനി നമ്മളെ കണ്ടിട്ട് നോക്കിയിരിക്കണം. ഗ്രാനി എന്തേ എത്രാത്തോട്ടാ നോക്കണത്? കണ്ണൊക്കെ വെളുത്തുപോയി. സാധാരണ ദേഷ്യം വരുമ്പോ കണ്ണ് ചുമക്കാണ് ചെയ്യണത്. ഗ്രാനീന്റെ കണ്ണ് വെളുക്കട്ടോ ചെയ്യണത്. ആര് ഇറങ്ങി? എന്റെ അമ്മ സ്റ്റാമിനയുള്ള അമ്മൂമ്മയാണിത്. പോയെന്ന് തോന്നുന്നു. നോക്കാം. പോയി. ഇനി എന്താ അടുത്തത്? ഞാൻ ഇപ്പൊ കാണിച്ചതാ. വേണ്ട, ഇപ്പൊ ഇറങ്ങണോ? ഇപ്പോഴെങ്ങാനും മോഹം വെച്ച് വന്നാ തീർന്നു. ചാടാന്ന ചാടി ചാടി ഒടുക്കത്തെ സൗണ്ട് ആണല്ലോ. കാണുമ്പോ എങ്ങനെ ഓടി വരുവോ? അയ്യോ അയ്യോ ജസ്റ്റ് മിസ്. ഇപ്പൊ അറിയില്ലെങ്കിൽ ഇപ്പൊ ചത്തേനെ. തോക്കെടുത്ത് ഗ്രാനി വെടിവെക്കാം. ഗ്രാനി വരുക. അയ്യോ വന്നു. ഇപ്പൊ വെടിവെക്കാം. ഫസ്റ്റ് പോയി. സ്ഥലത്ത് കൊണ്ട് വാവ് സൂപ്പർ. കാലിന് വെടികൊണ്ട് എങ്ങനെ മരിക്കാന്? പക്ഷെ അതൊക്കെ വലിയ കാര്യമല്ല. അത് തൽക്കാലത്തേക്ക് ഒരു തലകറക്കം വീടായിരിക്കും. നമുക്ക് ഫ്രിഞ്ച് കിട്ടി. മറ്റേ നമുക്ക് മറ്റേ നേരത്തെ പോയ സ്ഥലത്ത് പോയിട്ട്. അയ്യോ ഗ്രാനി റീസ്പോൺ ആവാൻ പോണല്ലോ. ഇവൻ എന്തൊക്കെയാണ് ഗൈസ് പറയുന്നത്? ഇപ്പൊ നമ്മൾ വെള്ളം അയച്ചിട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ വരും. ഗ്രാനി വരും തോന്നുന്നു. എന്നോട് ഇവിടത്തെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. വന്നില്ല. ഗ്രാനിനെ കൊണ്ട് തോറ്റി. അപ്പോഴാണ് ഇതിനും കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഗ്രാനി ഒടുക്കത്തെ സ്പീഡായി പോയി കേട്ടോ. എന്റെ പൊന്നു ഗ്രാനി. എന്താ ഞാൻ
ഹാർഡ് മോഡാണ് ഇട്ടത്. ആ ഈസി ആണെന്ന് തോന്നുന്നു. ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. എന്താടൊക്കെ നീ പറഞ്ഞു ഈസിയാണ് ഹാർഡാണെന്ന് എനിക്ക് നോക്കാം. ഇതാണ് ഇപ്പോഴെങ്ങാനും മഞ്ഞില്ലല്ലോ. ഇപ്പോഴെങ്ങാനും അയ്യോ അതെന്താ ഗ്ലിച്ചായ? അതെന്താ പറ്റി? ഞാൻ പെട്ടെന്ന് ഇപ്പൊ ഗ്ലിച്ചായി. ഗ്ലിച്ചൊക്കെ ഇപ്പൊ മാറി. നിനക്ക് മതിലിന്റെ പുറത്ത് പോയി രക്ഷപ്പെടാൻ പാടില്ല. ഇതില് മതില് ചാടാനുള്ള മതില് ചാടാനുള്ള ബുദ്ധി ഇല്ലല്ലോ ഇപ്പൊ നമ്മൾ കളിക്കണം പ്ലെയറിന്. അതെ ആണോ? എനിക്കറിഞ്ഞൂടാ. ഇതൊക്കെ ഗ്രാനി വരാത്ത ഗ്രാനിയാ? ഗ്രാനി ഗ്രാനി ഇപ്പൊ തന്നെ വരുമെന്ന് തോന്നില്ല. പോയി നോക്കാം. ഗ്രാനി ഇല്ല, ഇവിടെയും ഇല്ല. പൊക്കത്ത് ഒമ്മായിരിക്കും മഞ്ഞത്. എനിക്ക് ആ ഫോട്ടോ കാണുമ്പോൾ ഗ്രാനിയായിട്ട് ചെറുതെ സാമ്യം ഉണ്ടെന്ന്. ഫോട്ടോ എപ്പോൾ കാണുമ്പോഴും എനിക്ക് രാത്രിക്ക് കണ്ണടിക്കുമ്പോൾ അതാട്ടാ ഗൈസ് ഓർമ്മത്. നമുക്ക് ഇവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കാം അല്ലേ? വീണ്ടും ഷൂട്ട് ചെയ്യാൻ വേണം. ഇത് കണ്ണല്ലേ? യോ വന്നു എന്താ ഇപ്പൊ നോക്കിയാല്? ഞാൻ എപ്പോഴും മണ്ടത്തൊരു ആ സമയം കൊണ്ട് നമുക്ക് ഗണ്ണിലായിട്ട് ഇത് ലോഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ആമോ കയറ്റിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഗ്രാനി ഓടി വരും. താഴത്തിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ടല്ല ഗ്രാനീനെ വരാൻ പറയുന്നത്. ഗ്രാനി പെട്ടെന്നല്ലേ അത്. നമുക്ക് തുറന്നു നോക്കാം. അതെന്താ പാരലോക്ക് ചെയ്യാം? ആവശ്യം വരും. ഇവിടെ വെച്ചേക്കാം. എന്താ? ഓ ഡോർ ഹാൻഡില്. ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും? കെണിയൊക്കെ വെച്ചിട്ടുണ്ട്. വീഴ്ത്തണം. എന്തൊരു മനസ്സാണ്. നമുക്ക് ക്രോസ് ബാർ കിട്ടി. അടിച്ചു പൊട്ടിക്കണം. ഇത് നമുക്ക് മറ്റേ ഇതെടുക്കാൻ പോവാം. എന്തുവാ? ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയൊന്നും കാര്യമില്ല. ഗ്രാനി സ്പോണായിട്ടില്ല. നമുക്ക് പെട്ടെന്ന് ഇത് തുറന്ന് നോക്കാം എന്നിട്ട് എന്താ ഉള്ളതെന്ന്. അതിൻ്റെ അകത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മറ്റേ മറ്റേ കട്ടിങ് ബ്ലഡ് അതെന്തിനേക്ക് വന്നോ? ഗ്രാനി വരുന്നുണ്ടോ? ഗ്രാനി അമ്മാമ്മേ ഓടിവാ. അമ്മാമ്മക്ക് മറ്റേ ചോറും പരിപ്പോടാൻ ചായയും വേണ്ടേ? പരിപ്പോടൻ ചായയോ? നമ്മളെ കൊന്നിട്ടുള്ള പരിപ്പോട തിന്നും അവര്. എനിക്ക് വന്ന് പൊരിച്ച സാധനങ്ങൾ കഴിക്കാൻ പഞ്ചരിയ. ഗ്രാനി പൊരിച്ച സാധനമൊന്നും കഴിക്കത്തില്ല. കാരണം കൊളസ്ട്രോൾ കഴിക്കില്ലേ? കൊളസ്ട്രോൾ? എൻ്റെ അമ്മ എന്തൊരു മാരക ബുദ്ധിയാണ് നിനക്ക്. ഗ്രാനി ഇപ്പോഴെങ്ങാനും വരുമെന്ന് തോന്നില്ല. ആകെ ഒരുണ്ടേ ഉള്ളു. അതുകൊണ്ട് എന്തേലും ഉണ്ട്. അതിനെ കൊല്ലാനാ ഈ സമയത്ത് നിനക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ പാടില്ലേ? പിന്നെ എന്ത് ചെയ്യാനാ? എനിക്ക് പേടിയാന്ന് ഇറങ്ങാൻ. ഗ്രാനീനെ വരുത്തിയാണോയിരിക്കണം. വരുത്തുമ്പോ നമുക്ക് ഷൂട്ട് ചെയ്ത് കൊല്ലല്ലേ. അതാ വന്നുണ്ടോ? അതെ വന്ന്. ആയി കൊള്ളാം. ഷൂട്ട് ചെയ്യാൻ പോവാണ്. അതെന്താ തലകണ്ണ് ഇറക്കണത്? ഇടിമിന്നലടിച്ച അങ്ങനെ ആയിരിക്കും. നമുക്ക് ഡോർ ഹാൻഡിൽ എടുക്കാം. ഡോർ ഹാൻഡിൽ എടുത്തിട്ട് നമുക്ക് മറ്റേ ഡോർ സ്കെപ്പിൻ്റെ ഡോറിൽ കൊണ്ടുപോയി വെക്കാം. ഇനി നമുക്ക് തോക്കെന്തിനാ നമുക്ക് ചെയ്ത് സ്റ്റണ്ട് കീ എടുത്ത് കൈ പിടിക്കാം. സ്റ്റണ്ട് കീ ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഗ്രാനി ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ഏതാ സൗണ്ടൊന്നും പറ്റില്ല. നമുക്ക് അടിയിലൊക്കെ ഷൂട്ട് ചെയ്ത് നോക്കാം. ഷൂട്ട് ചെയ്യണോ? വേണ്ട, സൗണ്ട് ഉണ്ടാക്കാം.
വരത്തൊന്നുമില്ല. ആ ഷൂട്ട് ചെയ്ത് നോക്കാം. അയ്യോ അയ്യോ അതെവിടെ? അതെങ്ങോട്ട് പോയി? ഇവിടെ ഇല്ല. എവിടെ? എന്ത് സാധനം? അതെ അടിയിലെന്തോ തിളങ്ങുന്നു. പൊക്കത്തല്ല, ആ അടിയിലെന്തോ തിളങ്ങുന്നുണ്ട്. അയ്യോ പാർലോക്ക് കഴിഞ്ഞ. സോ ഈ സമയത്ത് ഗ്രാനി ഉണ്ടെങ്കിൽ പിടിക്കുമല്ലോ. എന്തൊക്കെ പേരാണ് ഗായ്സ്? ഇത് പിന്നെ ഇതാണ് ഇങ്ങനെ ഇരിക്കണ. ഓ ആരും മഞ്ഞില്ല. എല്ലാ കീയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെടുത്തിട്ട് പോവാ. പെട്ടെന്ന് അവിടെ സൗണ്ട് ഉണ്ടാക്കി നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ഗ്രാനി ഒന്നും എന്തൊരു ഗ്രാഫിക് ആണ് ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകും. ചെന്നു നമുക്ക് പാരലോട്ട് കൊണ്ട് ചെയ്യാം. എസ്കേപ്പ് ആവോ? ഇനി പെട്ടെന്ന് നമുക്ക് എസ്കേപ്പ് ആയാൽ മതി. ക്രോസ് ബാറും കൂടെ വേണം. ആ ഗ്രാനി പോണണ്ട. അതെന്താ ഗ്ലിച്ചായ തലയൊക്കെ കിടന്ന് വിറക്കണത്? ഗ്രാനിനെ കൊണ്ടൊക്കെ തോറ്റി. യോതായ വഞ്ഞി. ഓ അതിൻ്റെ അടിയിൽ പോയി വിളിച്ചാൽ ഇതാദ്യം എടുക്കും. ശുഭം. ഡേ 3 ആയി. ഡേ 3 ആയി. ഐശ്വര്യമായിട്ട്. അയ്യോ ഡേ 3 ആയി ഗായ്സ്. നമുക്ക് ഇന്ന് വാശിയോടെ തന്നെ കളിക്കണം. കളിക്കുവാ? ഞാനല്ല ഗായ്സ് കളിക്കുന്നത്, ഇവനാണ് കളിക്കുന്നത്. നമ്മൾക്ക് ആ പൊക്കത്തേക്ക് പോവാണ്. ഗ്രാനി ഏത് വഴി വരുമെന്ന് അറിയത്തില്ല. അതാണ് പ്രശ്നം. ഏതെങ്കിലും വഴി വരട്ടെ, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയെങ്കിൽ ആയേനെ. അപ്പോൾ ഗൈസ് നമ്മളുടെ ടാർഗറ്റ് ഡേ 4 അല്ലെങ്കിൽ ഡേ 5 തീർക്കാനാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഡേ 6 തീർക്കാം. ഡേ 6 ഇല്ല. നിന്റെ കളി കണ്ടിട്ട് ഡേ 6 ആവുന്നു അടുത്ത പ്രാവശ്യം. എസ്കേപ്പ് ആവണേ. എസ്കേപ്പ് ആവുമോ? ആ എസ്കേപ്പ് ആവുന്ന. അയ്യോ കാർപ്പറ്റ് ഇട്ടിട്ട് സൗണ്ടും ഇല്ല. ഇവിടെ ഇട്ട് നോക്കാം. അത് വഞ്ഞല്ല. ആദ്യം അതെ അവിടെ ഉണ്ട് കേട്ടോ. അവര് കണ്ടല്ലോ അവരെ. നൈസായിട്ട് നമുക്ക് കട്ടിങ്ങിലൊക്കെ എടുക്കാം. ഗ്രാനിന്റെ സീക്രട്ട് അല്ല, ഇത് ഗ്രാൻഡ് വീട്. അപ്പം കട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാൻഡ് പൈനാണ് വീട്. ഓസിന് താമസിക്കാൻ. പണ്ട് ഊർന്നു പോയേക്കുക. ഗ്രാനി മാത്രമല്ല ഒറ്റക്ക്. നമുക്ക് മറ്റേ ഹാൻഡ് വീൽ ഇനി അടുത്ത് പെട്ടെന്ന് നമുക്ക് ഡേ 4 തീർക്കാം. എന്താടേ നമുക്ക് നോക്കാം. ആ ഇവിടെ ഒരു വഴിയുണ്ട്. വെരി ഗുഡ്. നീ പറഞ്ഞ പോലെ തന്നെ ഡേ 4 ആയി ഗൈസ്. ഇതാണ് അവന്റെ നാവെന്ന് പറഞ്ഞാൽ കരുതാക്കാട്ടോ ഗൈസ്. ഡേ 4 ആയി ഗൈസ്. ഇനി എത്ര ഡേയ്സ് ഉണ്ട്? ഇനി ആകെ ഒരു ഡേ ഉള്ളു. 5 ഡേ ഉള്ളു. ഇനി നമുക്ക് ഇപ്പൊ തന്നെ ചോര പോരുണ്ട്. ഞാൻ ഡേ 4 തന്നെ ഞാൻ എസ്കേപ്പ് ചെയ്യും. നോക്കാം. ചിലപ്പോ ഗ്രാനി അടിക്കും. മേത്തൊക്കെ ചോര പോരുണ്ട്. പാവം ആ കൊച്ചിന്റെ മേല് ഫുള്ളും ചോരയായിരിക്കണം. ഓ ഗ്രാനിക്കൊക്കെ എന്തിന്റെ കേടാ നീ കൊച്ചിനെയൊക്കെ തട്ടിക്കൊണ്ടു പോയി. കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയില്ലാന്നെങ്കിൽ കളിക്കണ്ടായിരുന്നു. അത് തന്നെ. ആരുമില്ലേ? അയ്യോ മഞ്ഞില്ല. അങ്ങോട്ട് പോകണോ? പോകാം. ചിലപ്പോ പൊക്കത്തുനിന്ന് വന്നാലോ പണി പാളും. ഹാൻവീൽ പെട്ടെന്ന് എടുക്കണം. എന്നാലും ഹാൻവീൽ എടുക്കാന്ന്. പക്ഷെ എന്നെ അടിച്ചിട്ടുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ വഴി പൊക്കോട്ട് പോവാ. എടാ ഗ്രാനിയെ പോലെ ആ ഫോട്ടോ തോന്നി. ഗ്രാനിയാണോ? അല്ല, എവിടെ നോക്കട്ടെ.
ഓ അതൊന്നുമല്ല. ഇവിടെ സൗണ്ട് ഉണ്ടാക്കാൻ എനിക്ക് പേടിയാണ്. അയ്യോ ഇവിടെ ഗ്രാനി കയറൂലല്ലോ, പിന്നെ പേടിക്കണ്ട. അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഗ്രാനീന് ശബ്ദം കേൾപ്പിച്ച് വരുത്തുക. അപ്പം ഈ പ്ലാൻ എന്ന് വെച്ചാൽ ഗ്രാനീന് ശബ്ദം കേൾപ്പിച്ച് വരുത്തുക. അപ്പോൾ ഗ്രാനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഗ്രാനീനെ ആശയക്കുഴപ്പത്തിലാക്കുക. അതാണ് പ്ലാൻ അല്ലേ? അത് തന്നെ. സൗണ്ടും കേൾക്കുന്നില്ലല്ലോ. ഗ്രാനി വന്നിട്ട് പോയി. കാണപ്പിച്ച് കുരു കേൾക്കുന്നുണ്ട്. കുരു കേൾക്കണമായിരുന്നു. അത് തന്നെ. ആ കൊച്ചു ചേർക്കാൻ അടിച്ചിട വെച്ച് വെച്ചേക്കുന്നു. അമ്മൂമ്മേ ഞങ്ങൾ നമുക്ക് നോക്കാം ഈ വഴി പോവാൻ പറ്റുവാന്ന്. അയ്യോ പോവാൻ പറ്റില്ല. പെട്ടെന്ന് പോയാലും പെട്ടെന്ന്. ഇപ്പൊ ഞാനിക്ക് ഏറ്റവും ലാസ്റ്റ് ഒന്ന് മറ്റേ ഗിഫ്റ്റ് ഒക്കെ അല്ല ഹാൻഡ് ഗ്രാനി ഇപ്പൊ തന്നെ വരുമല്ലോ ഇങ്ങോട്ട്. ഗ്രാനി ഇപ്പൊ തന്നെ വരും. വന്നാ മതിയായിരുന്നു. നമ്മളിപ്പോ ആ വഴിയായിരുന്നു ഞാൻ പോവാന്ന് വിചാരിച്ചു. പറയുമ്പോ തന്നെ വരുന്നു സ്നേഹം. സൗണ്ട് കേട്ട് ഇങ്ങോട്ട് വരും. എനിക്ക് പേടിയാണ്. ഗ്രാനി അങ്ങോട്ട് കൊണ്ട് ആ നൈറ്റിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് സൗണ്ട് ഉണ്ടാക്കി, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. പെട്ടെന്ന് നമുക്ക് പോവാം. എല്ലാം എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തോക്കെടുക്കട്ടെ. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഗ്രാനിനുള്ള പ്രതികാരം തീർക്കണം. വീട്ടിൽ പോയിട്ട് നൂഡിൽസ് കഴിക്കാനുള്ളതാണ്. അതിപ്പോ ഞാൻ ചെയ്യണം. ഈ കൊച്ചിന് വേറെ എനിക്കല്ല, ഇവിടെ ഒരു നൂഡിൽസ് ഇല്ല. ഈ കൊച്ചിന് ധൈര്യം ഉണ്ടായി. ഇവനാണെങ്കിൽ പിന്നെ അമ്മമ്മ കൊടുക്കട്ടെ. അയ്യോ കൊണ്ട് പാവം ഗ്രാനിക്ക് നൊന്ത്. എന്തായാലും 1-0. അപ്പൊ നമ്മൾ എസ്കേപ്പ് ആയി. നമ്മൾ സക്സസ്ഫുള്ളി എസ്കേപ്പ് ആയി. അടുത്ത് ഞങ്ങൾ ഏത് ഗെയിം കളിക്കണമെന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഗ്രാനി വായും പൊളിച്ച് നിപ്പുണ്ട് ഗായ്സ്. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഗെയിമിന് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാ, കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ടു മൈ ചാനൽ. അപ്പൊ ദ എൻഡ് കഴിഞ്ഞു.